നിസാറേ ഞാൻ ചോദിച്ചത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ പെരപ്പണെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ ആർക്കാ വിളിക്കുക? എന്താ അന്റെ ഫോൺ അടിക്കണോ? എടാ ആരെന്ന് നോക്കേ. എന്താ എന്റെ കാക്കുവാണേ? എടാ ഒന്ന് കൊടുന്നാ. എന്താ കാക്കോ? കുഞ്ഞുട്ടിയെ എൻ്റെ അടുത്തൊരു 10,000 റുപ്യ തരാണ്ടാവൂടാ. 10,000? എനക്ക് ബുദ്ധിമുട്ടാവോ? കടായിട്ട് മതിയടാ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? കൊറേ ആളത്ത് ചോദിച്ചടാ. അല്ല ഞാൻ ഇടങ്ങാറാക്കാന്ന് വിചാരിക്കരുത്. ഞാനൊരു അന്യനാണോ? 10,000 അല്ല അതിന്റെ അടുത്തുണ്ട്. അത് ഞാൻ തരാം കേട്ടോ. എടാ വച്ചാ അല്ലാതെ ചങ്ങ ഇജ്ജല്ല കുടുംബത്തിൽ കല്യാണം എന്ന് പറഞ്ഞത്. അന്റെ പെണ്ണും കുട്ടിയെ ഡ്രസ് വെക്കണം എന്നിട്ട് മലയാളിക്ക് അഡ്വാൻസ് വാങ്ങിയത്. ആ പൈസ എന്റെ കാരണം കൊടുത്താ പിന്നെ ചെന്ത കാട്ടുക? ചെറുപ്പത്തിലേ വാപ്പിയും മരിച്ച സമയത്ത് എനിക്ക് ഓൻ ഉണ്ടായിട്ടുള്ളൂ. ഓൻ എന്നെ കണ്ടിയത് ഒരനിയനായിട്ടല്ല, സുഹൃത്തായിട്ടാണ്. ഓന് 10,000 അല്ല, എത്ര കൊടുത്താലും കടം വിടൂല. അതാടാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ശരിയായ ഇത് കട്ടാക്കിയിട്ടില്ലല്ലോ. കേട്ടടാ എന്റെ മോനെ, ശരിയായ വീഡിയോ ട്ടാ. സെറ്റ് പോന്നു. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് ആയിന്. എന്താ പറയുക, ഏട്ടനും അനിയന്മാരുള്ള ഒരു ബന്ധം, ആ ഒരു എന്താ പറയുക, ഒരു രക്തബന്ധം, ആ ഒരു വീഡിയോയിൽ അതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക, എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര അടിപൊളിയായിട്ടാണ് ഇവരെ ഈ ഒരു കണ്ടന്റ് സെറ്റാക്കിയത്. നൗഷാദ് രാമപുരം വെപ്രാളെന്നാണ് കേട്ടോ ഇവരുടെ ടീമിൻ്റെ പേര്. അടിപൊളിയാട്ടോ. അതിൽ അഭിനയിച്ച എല്ലാവരും ഒരു രക്ഷയില്ല. അടിപൊളി ആക്ടിങ് ആയാലും അഭിനയം ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്താന്ന് ഭയങ്കര ഒരു സങ്കടമായി പോയിട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ. ഭയങ്കര എന്താ പറയുക, അതാണ് അങ്ങനെ ആയിരിക്കണം ഏട്ടന്മാരും അനിയന്മാരുള്ള ബന്ധം. എങ്ങനെ ആയിരിക്കണം? അത്ര സ്നേഹത്തോടെ ജീവിക്കട്ടോ. ലൈഫെല്ലാം ഒന്നുമില്ല, എല്ലാവരും നല്ല സ്നേഹത്തോടെ ജീവിക്കുക. അടിപൊളി കണ്ടന്റ് കേട്ടോ. സെറ്റാണ്.